കൃപാസനം പത്രം ഫെബ്രുവരി 2026 പാർട്ട് 3. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ട അടൂരിൽ നിന്നുള്ള സുരേഷിന്റെ സാക്ഷ്യം. ഉപ്പൂറ്റിയുടെ അവിടം വെച്ച് കാല് മുറിച്ചു കളയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിലെത്തി. ജോസഫ് അച്ഛൻ നിലത്തിരുന്ന് എന്റെ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ചു. 3-ാം ദിവസം സഞ്ചാരി മാതാവ് വീട്ടിൽ വന്നു. എന്റെ വലത്തെ കാലിന് ശക്തമായ വേദന വന്ന് ഡോക്ടറെ കണ്ട് ഓപ്പറേഷൻ ചെയ്തു. 30 ദിവസം കഴിഞ്ഞ് വീണ്ടും വേദന വന്ന് ഓപ്പറേഷൻ ചെയ്തു. അത് ഭയങ്കര മുറിവായി മാറി. ഡോക്ടറെ കണ്ടപ്പോൾ പഴുപ്പ് കയറിയിരിക്കുകയാണ്, ഉപ്പൂറ്റിയുടെ അവിടം വെച്ച് കാൽ മുറിച്ചു കളയണമെന്ന് പറഞ്ഞു. ആ സമയം എനിക്കൊരു കൃപാസനം പത്രം കിട്ടി. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ നിലത്തിരുന്ന് 2 മിനിറ്റ് എന്റെ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോൾ മുറിവിൽ പഴുപ്പില്ല, കരിയാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ഉടമ്പടിയെടുത്ത് 3-ാം ദിവസം സഞ്ചാരി മാതാവ് എന്റെ വീട്ടിൽ വന്ന് എന്റെ കാലിൽ തൊട്ടു. അതിനുശേഷം എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. പെരുമ്പാവൂർ ചേലാമറ്റത്ത് നിന്നുള്ള ജെയ്സന്റെ സാക്ഷ്യം. വീട്ടിലെ മാതാവിന്റെ ചിത്രത്തിൽ നിന്നും ഒരു പ്രകാശം വന്നു. പിന്നെ ജീവശ്വാസം പോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. എനിക്ക് 10 വർഷമായി മൈഗ്രെയിന്റെ അസുഖമുണ്ടായിരുന്നു. എന്റെ അമ്മ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി എന്റെ നെറ്റിയിൽ കുരിശിടുകയും വെഞ്ചരിച്ച തേൻ തരികയും ചെയ്തു. ആ സമയം തന്നെ എന്റെ വേദന മാറിപ്പോയി. കൂടാതെ ഞാൻ +2 വരെ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നു. അതിനുശേഷം ജപമാലയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കുമൊന്നും വേണ്ട പ്രാധാന്യം കൊടുക്കാതെ അലസമായി ജീവിച്ചിരുന്നു. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ വന്ന ശേഷം മാതാവിന്റെ ഫോട്ടോ എന്ന് തുടച്ചപ്പോൾ അതിൽ നിന്നൊരു പ്രകാശം വന്നു. പിന്നെ എന്നും കുർബാന കൂടാൻ തുടങ്ങി. ഉടമ്പടിക്ക് ശേഷം ഞാൻ തീർത്തും പുതിയ ഒരു വ്യക്തിയായി മാറി. 13 വർഷമായി മുടങ്ങിക്കിടന്ന വീട് പണിയും പൂർത്തിയാക്കാൻ സാധിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള യൂജിൻ നിക്കോളാസിന്റെ സാക്ഷ്യം. കൃപാസനം മാതാവിന്റെ പ്രതിഷ്ഠാരൂപത്തിൽ നോക്കി ഞാൻ എന്ത് പ്രാർത്ഥിച്ചു എന്നെനിക്കറിയില്ല. പിറ്റേ ദിവസം നടന്ന അത്ഭുതം. എന്റെ ഭാര്യയുടെ തലയിൽ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ ഒരു മുഴ കണ്ടു. വേദനയും ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എന്റെ വീട്ടിൽ അൾത്താര പോലെ തയ്യാറാക്കി പ്രതിഷ്ഠിച്ചിരുന്ന കൃപാസനം മാതാവിന്റെ പ്രതിഷ്ഠാരൂപത്തിൽ നോക്കി പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച ഉടമ്പടി തൈലം ഭാര്യയുടെ തലയിലെ മുഴയിൽ പൂശിക്കൊടുത്തു. പിറ്റേ ദിവസവും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി തൈലം പൂശാൻ നോക്കിയപ്പോൾ ഭാര്യയുടെ തലയിൽ ആ മുഴ ഉണ്ടായിരുന്നില്ല. കൂടാതെ മകന്റെ ശരീരത്തിലുണ്ടായിരുന്ന ത്വക്കിന്റെ അലർജി ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ലായിരുന്നു. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച ശേഷം മകന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. തിരുവല്ലയിൽ നിന്നുള്ള ലക്ഷ്മിയുടെ സാക്ഷ്യം. മരിയൻ സാന്നിധ്യത്തിന്റെ ഞെട്ടിക്കുന്ന സാക്ഷ്യം പങ്കുവെച്ച് ലക്ഷ്മി. ഒരു GNM നഴ്സായ എന്നോട് കൂട്ടുകാർ ഉടമ്പടി എടുക്കാൻ പറഞ്ഞുവെങ്കിലും ഞാൻ ആദ്യം തള്ളിക്കളഞ്ഞു. പിന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷം IELTS എഴുതി. എനിക്ക് UK സ്കോർ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ഉടമ്പടി എടുത്ത ശേഷം എന്റെ മെറിറ്റിലാണ് വിശ്വസിച്ചത്. എനിക്ക് പെട്ടെന്ന് UK പോകാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇലക്ഷൻ പ്രമാണിച്ച് UK ഇന്ത്യയിൽ നിന്നുള്ളവരെ ബാൻ ചെയ്തു. എന്റെ IELTS എക്സ്പയർ ആയി. വീണ്ടും ഞാൻ എക്സാം ഡേറ്റ് എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പോയി. എക്സാം ഹാളിലും യാത്രയിലും വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഒരു ക്വസ്റ്റ്യൻ പോലും അറിയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ സമയം മനസ്സിൽ വന്നുകൊണ്ടിരുന്ന ഓപ്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തു. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്നും എത്ര സമയമുണ്ടെന്നും എനിക്കറിയില്ല. അപ്പോൾ ഗ്രേ കളർ ഡ്രസ് ധരിച്ച ഒരു ലേഡി വന്ന് ഇനി 20 മിനിറ്റ് 100 ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്ന് എനിക്ക് കമ്പ്യൂട്ടറിൽ കാണിച്ചു തന്നു. ഞാൻ ആകെ 42 മാർക്കിനെ എഴുതിയിട്ടുള്ളൂ. പാസ്സാകാൻ 500 മാർക്ക് വേണം. മാതാവ് 542 മാർക്ക് തന്ന് എന്നെ പാസ്സാക്കി. എനിക്ക് വിദേശത്ത് ജോലി ലഭിച്ചു. തൃശൂർ പെരിഞ്ചേരിയിൽ നിന്നുള്ള സെബി തോമസിന്റെ സാക്ഷ്യം. വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട വ്യക്തിക്ക് ഉടമ്പടി എടുത്ത് തൊട്ടടുത്ത ദിവസം ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിച്ചു. ഞാൻ കുവൈറ്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് മാന്ദ്യം കാരണം എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. ഞാൻ നാട്ടിൽ വന്ന ശേഷം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എനിക്കും അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എന്നെ ഒരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിളിച്ച് ഒരു ഇന്റർവ്യൂ ഉണ്ട്, പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഉടമ്പടി കാശുരൂപവുമായി ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ പറഞ്ഞത്, നീ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിനക്ക് മെക്കാനിക്കൽ സൂപ്പർവൈസേഷൻ പൊസിഷനിൽ ഓപ്പർച്യൂണിറ്റി തരികയാണ് എന്നാണ്.
എനിക്ക് വിദേശത്ത് നല്ല സാലറിയിൽ ഒരു ജോലി ലഭിക്കുകയും എൻ്റെ വിവാഹം നല്ല രീതിയിൽ നടക്കുകയും ചെയ്തു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള സിന്ധുവിന്റെ സാക്ഷ്യം. വയർ വല്ലാതെ വീർത്തു വലുതായി. ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിൽ ചേർത്ത് കഴിച്ചപ്പോൾ വയർ സാധാരണ പോലെയായി. എനിക്ക് അടിവയറ്റിൽ എപ്പോഴും വേദനയായിരുന്നു. കുനിഞ്ഞൊരു സാധനം പോലും എടുക്കാൻ സാധിക്കില്ലായിരുന്നു. ഒരു ദിവസം എൻ്റെ വയർ പെട്ടെന്ന് വലുതായി. എല്ലാവരും എന്നെ വീണ്ടും ഗർഭിണിയായോ എന്ന് ചോദിച്ച് കളിയാക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര വിഷമമായി. വയർ കുറയാൻ വേണ്ടി ഞാൻ ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിക്കുമായിരുന്നു. പക്ഷെ ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയോട് എൻ്റെ വിഷമം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, നീ കുടിക്കുന്ന ഗ്രീൻ ടീയിൽ വെഞ്ചിരിച്ച് ഉപ്പ് കൂടി ഇട്ട് കുടിക്കാൻ ആരോ ഉള്ളിലിരുന്ന് പറയുന്നതായി തോന്നി. ഞാൻ അതുപോലെ ചെയ്തു. അതിനുശേഷം എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ എൻ്റെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മുരിക്കാശ്ശേരിയിൽ നിന്നുള്ള ലൈസമ്മ ജോണിയുടെ സാക്ഷ്യം. സഹിക്കാനാവാത്ത നടുവേദന. മാതാവിന്റെ നടയിൽ കമിഴ്ന്നു കിടന്നു. എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ചൂട്. തൊട്ടടുത്ത് മാതാവ്. 3 തവണ തൊട്ടുമുത്തി. ആ നിമിഷം വേദന മാറി. ഞാൻ നട്ടെല്ല് വേദനയായിട്ട് കിടന്നുപോയ ആളാണ്. മരുന്ന് കഴിച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ സമയം എനിക്കൊരു കൃപാസനം പത്രം കിട്ടുകയും ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് വേദന മൂലം ഞാൻ മാതാവിന്റെ സന്നിധിയിൽ വന്ന് കമിഴ്ന്നു കിടന്നു. എന്റെ നമ്പർ വിളിക്കാറായപ്പോൾ ഞാൻ എഴുന്നേറ്റു. ആ സമയം എന്റെ വലതുകാലിൽ ഭയങ്കരമായി ചൂട് അനുഭവപ്പെട്ടു. ഞാൻ മാതാവിനോട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയം മാതാവ് എന്നെ തൊട്ടു. എന്റെ ദേഹത്തുകൂടി വിയർപ്പൊഴുകാൻ തുടങ്ങി. പ്രദക്ഷിണം കഴിഞ്ഞ് തിരിഞ്ഞപ്പോൾ മാതാവ് എന്റെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നതായി കണ്ടു. ഞാൻ 3 പ്രാവശ്യം തൊട്ടു വണങ്ങി. എനിക്ക് കറണ്ട് അടിക്കുന്നത് പോലെ തോന്നി. അതിനുശേഷം എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. വാളകത്ത് നിന്നുള്ള ജിഷ പോളിന്റെ സാക്ഷ്യം. പച്ചത്തിരിയിൽ തെളിഞ്ഞ ഹൃദയത്തിൽ മാതാവ് പേരെഴുതി. ജോന. കർത്താവിനോട് ഇന്റിമസിയിൽ സംസാരിക്കുന്ന, മറുപടി കിട്ടുന്ന ഒരു കിടിലൻ ദൈവാനുഭവ സാക്ഷ്യം. എന്റെ മകൾ +2 പഠിക്കുന്ന സമയത്ത് പഠിത്തത്തിൽ പുറകോട്ടായിരുന്നു. ആത്മീയതയും കുറവായിരുന്നു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പച്ചത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരിയിൽ തെളിഞ്ഞ ഹൃദയത്തിൽ എന്റെ മകളുടെ ജോന എന്ന പേര് ഹീബ്രു ഭാഷയിൽ എഴുതി കണ്ടു. അതിനുശേഷം മകൾ +2 എക്സാം എഴുതുന്ന സമയത്ത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. നല്ല മാർക്കോടെ മകൾക്ക് എക്സാം പാസ്സാകാൻ സാധിച്ചു. അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചു. IELTS എക്സാം 3 പ്രാവശ്യം എഴുതിയെങ്കിലും പാസ്സായില്ല. മകൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച ശേഷം തടസ്സങ്ങളെല്ലാം മാറി ഓസ്ട്രേലിയയിൽ പോകാൻ സാധിച്ചു. കൂടാതെ ബസ്സിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഗ്രേ കളർ സാരി ഉടുത്ത ഒരു കന്യാസ്ത്രീ മകളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞിട്ട് തിരിച്ചൊന്നും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഈശോയോടും ഇന്റിമസിയിൽ സംസാരിക്കാൻ സാധിക്കുന്നു. കോട്ടയം വെളിയങ്കോട് നിന്നുള്ള റീന സന്തോഷിന്റെ സാക്ഷ്യം. ഉടമ്പടി എടുത്തു. വീടിന്റെയും സ്ഥലത്തിന്റെയും ജപ്തി നടപടി അത്ഭുതകരമായി ഒഴിവായി. 23 വർഷമായി പണി പൂർത്തിയാകാതെ കിടന്ന വീട് പുതുക്കി പണിതു. ഞങ്ങളുടെ വീടും സ്ഥലവും 16 വർഷം മുമ്പ് പണയം വെച്ച് 6.5 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. 2025 ആയപ്പോഴേക്കും 17 ലക്ഷം കഴിഞ്ഞു. വീടും സ്ഥലവും ജപ്തി ചെയ്യാൻ വേണ്ടി ആളുകൾ വീട്ടിൽ വന്നു. എന്റെ അമ്മ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് അവർ ഒരാഴ്ചത്തെ അവധി തന്ന് തിരിച്ചുപോയി. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. വീണ്ടും ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു ബന്ധു വിളിച്ചിട്ട് ആ സ്ഥലം അവർ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ജപ്തിയിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. കൂടാതെ 23 വർഷമായി പണി പൂർത്തിയാകാതെ ജീർണിച്ചു കിടന്ന വീട് പണി പൂർത്തിയാക്കാനും സാധിച്ചു. കൊല്ലത്ത് നിന്നുള്ള ഷൈനി മാത്യുവിന്റെ സാക്ഷ്യം. പണമില്ലാത്ത അക്കൗണ്ടിൽ നിന്നും 4 തവണ കടം വീട്ടാനുള്ള വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഉടമ്പടി വഴി പണം മാറ്റാൻ സാധിച്ചു. ഞെട്ടിക്കുന്ന അത്ഭുത സാക്ഷ്യം. ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ മൂലം ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തതിന്റെ ഫലമായി കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. കൂടാതെ ഞാൻ ഒരു വ്യക്തിക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ആ വ്യക്തിക്ക് അത് ഉടനെ തന്നെ വേണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് ആ വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 4 പ്രാവശ്യമായിട്ട് ആ എമൗണ്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ എത്തിയെന്നാണ്.
എന്റെ അക്കൗണ്ടിൽ ഒരു പൈസ പോലും ഇല്ലായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും എനിക്കറിയില്ല. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. തൃശൂർ കൊടകരയിൽ നിന്നുള്ള ജെൻസി അഗസ്റ്റിന്റെ സാക്ഷ്യം. ഉടമ്പടി വഴി സമയ ചുരുക്കത്തിൽ നടന്ന ആരും വിശ്വസിക്കാത്ത ദൈവാനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഒരു നേഴ്സായ ഞാൻ വിദേശത്ത് പോകാൻ ആഗ്രഹിച്ച് 2015 മുതൽ ഒരുപാട് തവണ OET എക്സാം എഴുതിയെങ്കിലും പാസ്സായിരുന്നില്ല. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് OET പാസ്സാകുന്നതിനും ഇന്റർവ്യൂ പാസ്സായി അയർലൻഡിൽ പോകുന്നതിനും സാധിച്ചു. കൂടാതെ 10 വർഷമായി ഞങ്ങൾ ഒരു ഭവനം പണി ആരംഭിച്ചിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞങ്ങളുടെ ഭവനം പണി പൂർത്തിയാക്കി താമസിക്കാൻ സാധിച്ചു. എന്റെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും വെഞ്ചരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മാറി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു പോകാൻ സാധിക്കുന്നു. മഞ്ഞുമലിൽ നിന്നുള്ള പ്രിൻസിയുടെ സാക്ഷ്യം. 10 വർഷമായി ഞാൻ പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് വാടകയ്ക്ക് താമസിക്കുന്നു. ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതം. എനിക്ക് 2020 കഠിനമായ നടുവേദന വന്ന് ഇരിക്കാനും നിൽക്കാനും ജോലിക്ക് പോകുന്നതിനും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡിസ്ക് ബൾജ എന്നും സർജറി വേണമെന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം നടുവിന് പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. കൂടാതെ ഞാൻ 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് 10 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് സ്ഥലമുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. എന്റെ ജോലി സ്ഥലത്തെ മേലധികാരികൾ സ്ഥലം വാങ്ങി തരികയും വീട് വയ്ക്കാനും സാധിച്ചു.